എല്ലാ ഷാലോം ടി വി പ്രേക്ഷകർക്കും സഫലമീ ജീവിതം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എല്ലാവരും ബിസിനസ്സിൻ്റെ പുതിയ മേഖലകൾ വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോൾ സഹജീവികളുടെ കണ്ണീര് മനസ്സിലാക്കി സ്വന്തം ബിസിനസ്സിൻ്റെ ലാഭം കൊണ്ട് സൗജന്യ ചികിത്സ നടത്തുന്ന ഒരു ഡോക്ടറുണ്ട്, ഒരു ഹോമിയോ ഡോക്ടറുണ്ട് എറണാകുളത്ത്, ഡോക്ടർ ജോസ് ജെ തളിയത്ത്. അദ്ദേഹത്തെ നമുക്കിന്ന് പരിചയപ്പെടാം. ഡോക്ടർ, സ്വാഗതം. അങ്ങ് ബൈ പ്രൊഫഷൻ ഒരു ഹോമിയോ ഡോക്ടറാണ്. എന്നാൽ ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതിനേക്കാൾ മൂല്യമുള്ളതാണ്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ അങ്ങയുടെ പ്രവർത്തനങ്ങൾ? മരുന്ന് കൂടാതെ തന്നെ സൊസൈറ്റിയിൽ ദാരിദ്ര്യത്തിൽ പീഡിതരും ക്ലേശിതരുമായിട്ട് ഉള്ള ജീവിക്കുന്നവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ക്ലിനിക്ക് കൂടാതെ ഫീഡ് എ ഫാമിലി സർവീസ് എന്ന് പറഞ്ഞ സാധുക്കൾക്കും റേഷൻ കൊടുക്കുന്ന ഇടപാടുണ്ട്. പിന്നെ ഞാൻ ഈ വസ്ത്രങ്ങൾ, പഴയ വസ്ത്രങ്ങൾ സംഭരിച്ച് സാധുക്കൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെ ചുറ്റും ജീവിക്കുന്ന സഹജീവികൾക്ക് ഉണ്ട്. അത് മനസ്സിലാക്കി ചെയ്യണം. ഒരു ഡോക്ടറായിട്ട് ഒരു മുറിയിൽ ഒതുങ്ങി ജീവിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾ നല്ല ഡോക്ടറായിരിക്കും, പക്ഷേ നിങ്ങൾ നല്ല മനുഷ്യനാകണമെങ്കിൽ, ദൈവസ്നേഹിയാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ സഹജീവിയും സ്നേഹിച്ചു. അപ്പോൾ അതിനുള്ള വേദികൾ അന്വേഷിച്ച് ഞാൻ പല ഫീൽഡിലും ഇത് ചെയ്യുന്നുണ്ട്. വളരെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു പ്രൊഫഷനാണ് ഇപ്പോൾ മെഡിക്കൽ പ്രൊഫഷൻ. അതൊക്കെ വിട്ടിട്ട് ഇപ്പോൾ ഡോക്ടർ സേവനത്തിൻ്റെ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇതിലേക്ക് വരാനുള്ള സാഹചര്യം എന്താ? ഇതിലേക്ക് വരാനുള്ള കാരണം എന്നാൽ വലിയ സാമ്പത്തിക ലാഭമുള്ളൊരു പ്രൊഫഷനാണത്. അത് സാമ്പത്തികമുള്ളവർക്ക് മാത്രമേ അവിടെ പോയി ഡോക്ടേഴ്സിനെ കണ്ട് മരുന്ന് മേടിക്കാൻ സാധിക്കുകയുള്ളൂ. പണവുമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് സാധാരണക്കാരായ രോഗികളുണ്ട്. ശുശ്രൂഷ ലഭിക്കാതെ കഷ്ടപ്പെടുന്ന അനേകം പേരുണ്ട്. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനാണ് തീരുമാനിച്ചിട്ടാണ് ഞാൻ ഒരു ചാരിറ്റബിൾ ക്ലിനിക്ക് പ്ലാൻ ചെയ്തത്. ഇപ്പോഴത്തെ സാറിൻ്റെ ഒരു ദിവസത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? കാലത്ത് ഞാനും ഭാര്യയും കൂടെ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഞാൻ എൻ്റെ ക്ലിനിക്കിലേക്ക് പോകുന്നു. എൻ്റെ ക്ലിനിക്കിൻ്റെ തൊട്ടടുത്ത് തന്നെ എൻ്റെ ഭാര്യ ഒരു ടെല്ലിംഗ് യൂണിറ്റ് നടത്തുന്നുണ്ട്. അവിടെ 10 സാധുക്കളായ ജോലിക്കാരുണ്ട്. അവർക്ക് ഒരു സേവനം ചെയ്യുന്ന പോലെയാണ് അത് നടത്തുന്നത്. ഞാൻ ക്ലിനിക്കിൽ ചെന്ന് ഭാര്യയെ അവിടെ വണ്ടിയിൽ ഇറക്കി കഴിഞ്ഞാൽ 10:30 ആകുമ്പോൾ ഞാൻ അനാഥരെ താമസിക്കുന്ന ഓൾഡ് ഏജ് ഹോമിലേക്ക് പോകും. അവരുടെ കൂടെ നടക്കും. ഒരു റൂമിൽ വരെ അവരെ പരിശോധിക്കും. അവരെ രോഗവിവരങ്ങൾ രേഖപ്പെടുത്തി എൻ്റെ ഡയറിയിൽ എഴുതും. പിന്നെ അത് കൂടാതെ ഞാൻ ഇത്രയും കൊല്ലം അവിടെ പോണതുകൊണ്ട് ഒരു ഡോക്ടറായിട്ടല്ല, അതിനേക്കാൾ ഉപരി അവരൊരു രക്ഷകനെ പോലെ, അവരെ സഹായിയെ പോലെ എന്നെ കണക്കാക്കുന്നതുകൊണ്ട് മരുന്നല്ലാത്ത പല ആവശ്യങ്ങളും അവർ പറയും. ചുരുക്കി പറഞ്ഞാൽ ചിലപ്പോൾ പ്രായമാകുമ്പോൾ ഒരു സെക്കൻഡ് ചൈൽഡ്ഹുഡാണ്. ഈ പല ബുദ്ധിമുട്ടുകളും സിസ്റ്റേഴ്സിനും അവരെ നോക്കുന്ന സിസ്റ്റേഴ്സിനും ഇവർക്കുണ്ട്. അവർ തമ്മിലുള്ള ചെറിയ പടക്കങ്ങൾ ഇതൊക്കെ ഞാൻ എന്നോട് പറയുകയും ഞാനൊരു എന്നാൽ കഴിയുന്ന പരിഹാരം ചെയ്തു കൊടുക്കും. അതുകൊണ്ട് അവർ എന്നെ അവരൊരു ഗാർഡിയനെ പോലെ, ഡോക്ടറെ പോലെ അല്ല കാത്തിരിക്കും. സാറിപ്പോൾ പറഞ്ഞു സാറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഇതിനുള്ള സാമ്പത്തിക സ്രോതസ് എവിടുന്നാണ്? തീർച്ചയായിട്ടും ചാരിറ്റി ചെയ്യണമെങ്കിൽ വേണം. സാമ്പത്തികം ഉണ്ടാകണമെങ്കിൽ നമുക്ക് അതിന് പറ്റിയൊരു വരുമാനമുള്ള പ്രസ്ഥാനങ്ങൾ വേണം. എനിക്ക് MG റോഡിൽ ഒരു റെഡിമെയ്ഡ് ഷോപ്പുണ്ട്. അവിടുത്തെ വരുമാനത്തിൻ്റെ മേജർ ഷെയർ ഞങ്ങൾ ഈ ചാരിറ്റി വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നു. അത് അങ്ങനെ ചെയ്യുന്നതിന് എൻ്റെ ഭാര്യയ്ക്കോ കുട്ടികൾക്കോ യാതൊരു സമ്മതക്കുറവില്ല. പിന്നെ ഇത് പറയുമ്പോൾ ഒരു വ്യക്തിയെ പറ്റി പറയാതിരുന്നാൽ അത് തെറ്റായി പോകും. ഞാൻ ചോദിക്കാതെ എനിക്ക് സഹായം തരുന്നൊരു വ്യക്തിയുണ്ട്, മരുന്നായിട്ടും മറ്റുമൊക്കെ. അത് ശ്രീ ഫ്രാൻസിസ് ആലപ്പാട്ടാണ്. അദ്ദേഹം ഞാൻ ചോദിക്കാതെ എൻ്റെ പ്രവർത്തനങ്ങൾ കണ്ട് ആകർഷിതനായിട്ട് വന്ന് എനിക്ക് കുറച്ച് മരുന്ന് മേടിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. അത് വിസ്മരിക്കുന്നത് ശരിയല്ല. സാറിപ്പം പൂർണ്ണ സമയം സൗജന്യ ചികിത്സയും മറ്റു പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ മുൻപോട്ട് പോവുകയാണല്ലോ. അപ്പോൾ ഇതിനു മുമ്പ് സാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരുന്നു? 25 കൊല്ലത്തിന് മുമ്പ് 15 കൊല്ലം ഞാൻ ബിസിനസ്സിലായിരുന്നു. ശരിയാണ്. ഞാൻ ഇന്ത്യയിൽ അറിയപ്പെടുന്ന പല കമ്പനികളുടെ ലേസൺ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന കാലഘട്ടമായിരുന്നത്. അന്നൊരിക്കൽ ഞാനും ഭാര്യ ആനയും കൂടെ പള്ളിയിൽ പോയപ്പോൾ അവിടെ ഒരു അച്ഛൻ്റെ സാധാരണ പ്രസംഗത്തിൽ കൂടെ പറഞ്ഞു, ദൈവം നമുക്ക് തന്നിരിക്കുന്ന സൗഭാഗ്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോഴേ നമ്മുടെ ജീവിതം പൂർണ്ണത ആവുകയുള്ളൂ. ദൈവത്തെ നമ്മൾ അനുസരിക്കുന്നതും സ്നേഹിക്കുകയും ചെയ്യുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ കൂടിയാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്കിങ്ങനെ ഒരു മെഡിക്കൽ ഡിപ്ലോമ ഉള്ള ആളും ഒക്കെയാണ്. അതുപയോഗിച്ച് സാധുക്കൾക്ക് സേവനം ചെയ്യാമെന്ന് തീരുമാനിച്ചു.
അപ്പോൾ ഈ 5 കമ്പനിയും കൂടി എനിക്ക് 25,000 രൂപ അന്നത്തെ കാലത്ത് തന്നിരുന്നത് ഒഴിവാക്കി. അപ്പം ഞാൻ ഭാര്യയോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സന്തോഷമുള്ള, എനിക്കതിൽ വിരോധമില്ല. പക്ഷെ ഒറ്റയടിക്ക് ആ കമ്പനികളെല്ലാം വിടരുത്, ഓരോ കമ്പനിയായിട്ട് വിടുക. അപ്പോൾ ആദ്യത്തെ കമ്പനി വിടുമ്പോൾ 5,000 രൂപ കുറവ് വരും. അപ്പോൾ 20,000 രൂപ 4-5 മാസത്തിന് ശേഷം അടുത്ത കമ്പനി വിടുക. അങ്ങനെ കാലക്രമത്തിൽ എല്ലാം ഉപേക്ഷിക്കുക. അപ്പം നമുക്ക് ആ വരുമാനമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ വരുമാനം സൈഡ് ബൈ സൈഡ് ഈ പ്രൊഫഷണൽ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ ആദ്യത്തെ കമ്പനി ഉപേക്ഷിച്ചപ്പോൾ തന്നെ ഒരു ഡോക്ടറും ഒരു റൂമും മെഡിസിനും ഒക്കെ തയ്യാറാക്കി ഒരു ഡോക്ടറെ ഞാൻ ശമ്പളത്തിന് ഇരുത്തി. ഇത് ഹോമിയോ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക. അതങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ആ കാലഘട്ടത്തിൽ ഞാൻ ഓരോ കമ്പനിയായിട്ട് വിട്ട് വരികയും ഈ ഡോക്ടേഴ്സ് അതിനോട് പൂർണ്ണമായിട്ട് സിൻസിയറായിട്ട് ആ സർവീസിൽ വ്യാപൃതരായിരുന്നില്ല. പലപ്പോഴും അവരവിടെ ഇല്ലാതപ്പോൾ രോഗികൾ വന്ന് പരാതി പറഞ്ഞ ഡോക്ടറെ, സാറേ ഇന്നലെ ഞങ്ങൾ മരുന്ന് മേടിച്ചു, കുട്ടിക്ക് ഇപ്പോൾ കുറവില്ല, സഹായിക്കണം. അപ്പോൾ ഞാൻ പോയി ഇതിന് മരുന്നെടുത്ത് കൊടുക്കും. അവർക്ക് പെട്ടെന്ന് ആശ്വാസം കിട്ടും. പിന്നീട് പോകെ രോഗികൾ വന്നാൽ അപ്പുറത്തെ ക്യാബിനിൽ പോവാതെ എൻ്റെ ക്യാബിനിൽ വന്ന് എന്നോട് ചോദിക്കുന്നൊരവസ്ഥയായി. ആ കാലഘട്ടത്തിൽ ഞാൻ ഈ കമ്പനികളൊക്കെ ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ട് ഇതിലേക്ക് വരികയും എൻ്റെ ഒരു താഴത്ത്, ഞാൻ എൻ്റെ ക്ലിനിക്ക് മുകളിലാണ് MG റോഡിൽ, താഴത്തെ ഒരു ഷോപ്പ് കൊണ്ടിരിക്കുക. ആ ഷോപ്പ് കൂടുതൽ ഡെവലപ്പ് ചെയ്തെടുക്കുകയും, എന്താ വെച്ചാൽ ചാരിറ്റി ആണെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു വരുമാനം വേണം. എനിക്ക് ഗവൺമെൻറ്റോ ഫണ്ടിങ് ഏജൻസികളോ ഒന്നും തരുന്നില്ല. അതുകൊണ്ട് ഒരു വരുമാന മാർഗം കണ്ടെത്തി ഞങ്ങൾ ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം ഇതിൽ ഉപയോഗിക്കാമെന്ന് തീരുമാനിച്ചു. അതിന് ഒരു പൂർണ്ണ സഹകരണം എൻ്റെ ഭാര്യയും മക്കളിൽ നിന്ന് എനിക്ക് ലഭിച്ചു. വളരെ വിജയകരമായി പോയിക്കൊണ്ടിരുന്ന ബിസിനസ് നിർത്തി സൗജന്യ ചികിത്സാ മേഖലയിലേക്ക് കടന്നപ്പോൾ ആളുകൾ സാറൊരു മണ്ടനാണെന്ന് പറഞ്ഞില്ലേ? പലർക്കും പല വ്യൂ ആണ് ഒരു പ്രവർത്തനത്തെ പറ്റി. ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ ഷോപ്പ് MG റോഡ് ഷോപ്പ് ഉദ്ഘാടനം ചെയ്യിക്കാനായിട്ട് ഞാൻ തേവര ഓൾഡ് ഏജ് ഹോമിൽ നിന്ന് 10 അനാഥരെ കൊണ്ടുവന്നാണ് ചെയ്തത്. അന്ന് എൻ്റെ സമീപത്തുള്ള കടക്കാരൊക്കെ ചിരിച്ചു. ഒരാൾ പറഞ്ഞ് എനിക്ക് ഭ്രാന്താണ്. അവസാനം വർഷങ്ങൾക്ക് ശേഷം അയാൾ വന്ന് എന്നോട് മാപ്പ് പറഞ്ഞു. അങ്ങ് ചെയ്ത ഉന്നതമായിട്ടുള്ള ഒരു പ്രവൃത്തിയെ ഒരു ഭ്രാന്തൻ പ്രവൃത്തിയായിട്ട് ഞാൻ കണ്ട് അങ്ങനെ ആക്ഷേപിച്ച് അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ വലിപ്പവും ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഞാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്യുന്നത് അതുപോലെ ഇരിക്കും അതിനോടുള്ള നമ്മുടെ ആത്മാർത്ഥത. ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ ക്ലിനിക്ക് തുടങ്ങിയ കാലത്ത് ഡോക്ടറെ അടുത്തേക്ക് രോഗികൾ തേടി വരുമായിരുന്നുവെന്ന്. അപ്പോൾ പലരും പറയാറുള്ളൊരു വാക്കാണ് ഡോക്ടറുടെ കൈപുണ്യം. ഈ ഡോക്ടർമാരുടെ കൈപുണ്യം അങ്ങനെയൊന്നും ഉണ്ടോ ശരിക്കും? കൈപുണ്യം എന്ന് പറയുന്നൊരു സാധനമില്ല. ദൈവാനുഗ്രഹം എന്നാണ് ഞാനെന്ന് പറഞ്ഞത്. എനിക്ക് കൈപുണ്യമില്ല, എനിക്ക് ദൈവത്തിൻ്റെ കൃപയുണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയോട് ഞാൻ 100% സിൻസിയറാണ്. അതായത് രോഗി വന്നാൽ ആ രോഗം എന്താണെന്ന് മനസ്സിലാക്കാനും അതിന് മരുന്ന് തീരുമാനിക്കാനും സമയമെടുത്ത് ഞാൻ പഠിച്ച് മരുന്ന് കൊടുക്കും. അപ്പോൾ നമ്മൾ സിൻസിയറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ദൈവസഹായം നമ്മളിലുണ്ടാവും, പ്രത്യേകിച്ച് ഒരു ദൈവവിശ്വാസിക്ക്. അങ്ങ് പറഞ്ഞു നല്ലൊരു ഡോക്ടർ ഒരു ദൈവവിശ്വാസി ആയിരിക്കണമെന്ന്. അപ്പോൾ ഈ ആത്മീയതയെയും വൈദ്യശാസ്ത്രത്തെയും എങ്ങനെയാണ് ബന്ധപ്പെടുത്തുന്നത്? ആത്മീയതയും വൈദ്യശാസ്ത്രവും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. ഒന്ന്, നമ്മുടെ പ്രവൃത്തി സിൻസിയറായിട്ട് ചെയ്യുക, അത് നാണയത്തിനൊരു വശം. രണ്ടാമത്തെ വശം ദൈവാനുഗ്രഹം. നിങ്ങൾ ഏറ്റവും വില കൂടിയൊരു മരുന്ന് സൗജന്യമായിട്ട് ഒരു രോഗിക്ക് കൊടുത്തു. ആ രോഗിയുടെ ശരീരത്തിൽ അത് സ്വീകരിക്കണമെങ്കിൽ ദൈവാനുഗ്രഹം വേണം. ദൈവാനുഗ്രഹം ആ രോഗിയുടെ ശരീരം അത് സ്വീകരിച്ചില്ലെങ്കിൽ എത്ര വില കൂടിയ മരുന്ന് കൊടുത്തിട്ടും ഒരു അർത്ഥമില്ല. അവിടെയാണ് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും വേണ്ടത്. അതുകൊണ്ട് ഇത് രണ്ടും ഒരുമിച്ച് പോകേണ്ടതാണ് മെഡിക്കൽ പ്രൊഫഷൻ ആത്മീയം. എൻ്റെ കഴിവല്ല, ഇത് ദൈവം ഇവിടെ പ്രവർത്തിച്ചതാണ് എന്ന് തോന്നിയ ഒരു അനുഭവം ഡോക്ടർക്കുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ വളരെ പ്രസിദ്ധനായ ഒരു മനുഷ്യനെ ചികിത്സിച്ചു. അദ്ദേഹത്തിന് അസുഖം മാറായപ്പോൾ അദ്ദേഹം നിരാശനായിട്ട് ഇനി ചികിത്സ വേണ്ടെന്നുള്ള മട്ടിൽ നിന്നു. പക്ഷേ ഞാൻ വളരെയധികം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇനി എനിക്ക് എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് പറ്റുന്ന കറക്റ്റായിട്ടൊരു മരുന്ന് തരണം, അത് എന്നെ ആ വെളിച്ചം വീശണമെന്ന് പല ദിവസങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ നിഗമനത്തിലെത്തി. അദ്ദേഹത്തിനെ വിളിച്ചു. അദ്ദേഹം വളരെ അറിയപ്പെടുന്നൊരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹം മനസ്സോടെ വന്നു. അദ്ദേഹം എൻ്റെ മരുന്ന് കഴിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പൂർണ്ണ സുഖം പ്രാപിച്ചു. അവിടെ ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവാനുഗ്രഹം എന്നിലൂടെ ആ മനുഷ്യന് കിട്ടി. അത് ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ്, യാതൊരു സംശയമില്ല. ഒരുപാട്
സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചികിത്സയിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഓർക്കാൻ പറ്റുന്ന ഒരു സംഭവം, ഞാൻ ഇവിടെ ഇല്ലായിരുന്ന സമയത്ത്, എൻ്റെ ക്ലിനിക്കില്ലാത്ത സമയത്ത് കോഴിക്കോട്ട് താമരശ്ശേരിയിൽ ടെലഫോൺ എക്സ്ചേഞ്ചിൽ വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യൻ വന്നു. എന്നെ കാത്തുവരുന്നു. ഞാൻ സ്ഥലത്തില്ലെന്ന് പറഞ്ഞിട്ടു അദ്ദേഹം എനിക്ക് വേണ്ടിയിട്ട് ലോഡ്ജിൽ താമസിച്ച് പിറ്റേ ദിവസം എന്നെ കണ്ടു. പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അനിയൻ 18 വയസ്സ് മുതൽ ഇപ്പോൾ 21, അന്ന് എന്നെ കാണുമ്പോൾ അത് ആ പയ്യന് 21 വയസ്സുണ്ട്. ശരീരം മുഴുവൻ വെള്ളപ്പാണ്ടാണ്. അതുകൊണ്ട് അവന് പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല, അവൻ പുറത്തേക്ക് വരികയില്ല. സാറ് എനിക്ക് ഈ സാറിൻ്റെ പേരും ഈ ബോർഡും വായിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് എനിക്കൊരു അനുഗ്രഹം, ദൈവാനുഗ്രഹം കിട്ടുമെന്നൊരു തോന്നൽ. അതുകൊണ്ടാണ് ഞാൻ ഒരു ദിവസം ഇവിടെ ഹോട്ടലിൽ താമസിച്ച് അങ്ങനെ കണ്ടെന്നു പറഞ്ഞു. നിങ്ങളുടെ വിശ്വാസം നല്ല കാര്യം, ദൈവം അനുഗ്രഹിക്കട്ടെ. പക്ഷേ രോഗിയെ കാണാതെ ഞാൻ ചികിത്സിക്കുന്നത് ശരിയല്ലെങ്കിലും നിങ്ങൾ ഇത്ര ദൃഢമായ വിശ്വാസത്തിൽ എന്നെ സമീപിച്ചതുകൊണ്ട് ഞാൻ അയാൾക്ക് മരുന്ന് കൊടുക്കാം. പക്ഷേ അയാൾക്ക് ആവശ്യമുള്ള മരുന്ന് പകരം മരുന്ന് കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല. കറക്റ്റായുള്ള മരുന്ന് എൻ്റെ മനസ്സിൽ നിന്ന് ആ മരുന്നുണ്ടെങ്കിൽ, ഹോമിയോയിൽ ഒരുപാട് മരുന്നുകളുണ്ട്, 1000 മരുന്നുകളുണ്ട്. ഒന്നിന് പകരം ഒന്ന് കൊടുക്കാം. പക്ഷേ ചില മരുന്നുകളാണ് കറക്റ്റായിട്ടുള്ള മരുന്ന്. അതുകൊണ്ട് ആ മരുന്ന് എൻ്റെ അടുത്തില്ല. അത് ഞാൻ ബോംബെക്ക് ഇടയ്ക്കിടയ്ക്ക് പോവും, ഞാൻ മേടിക്കാം. അപ്പോൾ അദ്ദേഹം എന്നെ പറഞ്ഞ് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കാം. ടെലഫോൺ എക്സ്ചേഞ്ചിലായതുകൊണ്ട് എന്നെ പലപ്പോഴും വിളിച്ചിരുന്നു. ഞാൻ ബോംബെയിൽ പോയപ്പോൾ ഈ മരുന്ന് അന്വേഷിച്ച് ഏകദേശം ഒരു 200 രൂപയുള്ള അന്നത്തെ കാലത്ത് ടാക്സിക്ക് ചിലവ് ചെയ്തു. പല സ്ഥലത്തും പോയിട്ട് കിട്ടാതെ അവസാനം അത് കിട്ടി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനെ ഞാൻ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ മരുന്ന് കിട്ടിയിട്ടുണ്ടെന്ന്. ആ മരുന്ന് അദ്ദേഹം വന്ന് കളക്ട് ചെയ്ത് അനിയന് കൊടുക്കുകയും പിന്നെ ഒരു 3-4 മാസത്തേക്ക് യാതൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരുന്നു. വീണ്ടും ഒരു ദിവസം എന്നെ കാണാനായിട്ട് അവിടെ വന്നു. ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. എൻ്റെ ഭാര്യ അനി പറഞ്ഞു ഇങ്ങനെ 2 പേര് താമരശ്ശേരിയിൽ നിന്ന് വന്ന് ഇവിടെ കാത്തിരിക്കുന്നുണ്ട് കാണാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്ന് വൈകുന്നേരം ഞാൻ എത്തും, നാളെ കാലത്ത് അവർക്ക് എന്നെ കാണാം. ഞാൻ കാലത്ത് ക്ലീനിക്കിലിരിക്കുമ്പോൾ ഈ മനുഷ്യനും അനിയനും കൂടെ വന്നു. അനിയൻ ഓടി വന്ന് എൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് ഞാൻ രക്ഷപ്പെട്ടു, അങ്ങാണ് എന്നെ. ഞാൻ പറഞ്ഞു മോനെ, ഞാനല്ല നിന്നെ രക്ഷപ്പെടുത്തിയ ദൈവമാണ്. നീ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നിനക്ക് സുഖം തരാനായിട്ട് ഒരു മീഡിയേറ്ററെ നിയോഗിച്ചു, അത് ഞാനായിപ്പോയി. അതുകൊണ്ട് ഒരിക്കലും ഒരു മനുഷ്യനെ കാല് പിടിക്കണ്ട, എപ്പോഴും നന്മകൾ കിട്ടിക്കഴിയുമ്പോൾ ദൈവത്തിന് നന്ദി പറയും. സാറിൻ്റെ ലിവിങ് റൂമിൽ വന്നപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഭിത്തിയിൽ, പ്രെയർ ചേഞ്ചസ് തിങ്സ്. സാറിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രാർത്ഥന കാര്യങ്ങൾ മാറ്റുന്നത്? പ്രാർത്ഥന വലിയൊരു ആയുധമാണ്. ഏത് വിഷമഘട്ടത്തിൽ കൂടെയും നമ്മളെ മുന്നോട്ട് നയിക്കാൻ പ്രാർത്ഥനയ്ക്ക് സാധിക്കും. പലരും പ്രാർത്ഥിക്കുന്നത് വളരെ വിചിത്രമായിട്ടാണ്. ദൈവമേ എനിക്ക് അത് വേണം, ഇത് വേണം. അതായിരിക്കരുത് നമ്മുടെ പ്രാർത്ഥന. ദൈവമേ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്, ഇന്ന ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട്, നീ അത് വേണ്ടതുപോലെ ചെയ്യാൻ പറഞ്ഞാൽ ദൈവം നമുക്ക് എന്താണ് ആവശ്യമെന്ന് വെച്ചാൽ ചെയ്യും. പലരുടെയും പ്രാർത്ഥന ചെറിയ വിശ്വാസമാണ്, അത് തയ്ക്കുന്ന നൂല് പോലെയാണ്, പലപ്പോഴും പൊട്ടിപ്പോവും. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. പിന്നെയും പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ കാഠിന്യം ടോയിൻ നൂല് പോലെയാവും. അപ്പോൾ കുറച്ചുകൂടെ ആ പൊട്ടാൻ സമയമെടുക്കും. പിന്നെയും ധാരാളം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അതൊരു പട്ടിത്തൊടൽ പോലെയാവും, പെട്ടെന്ന് പൊട്ടില്ല. വളരെയധികം കൊല്ലങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ആന ചങ്ങല പോലെയാവും, ഒരിക്കലും പൊട്ടാൻ സാധ്യതയില്ല. അപ്പോൾ പ്രാർത്ഥനയിലൂടെ ദൈവത്തിലേക്ക് അടുക്കുക, ആ ദൃഢമായിട്ട് വിശ്വസിക്കുക ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന്. അപ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് ലഭിക്കും. നമുക്ക് വേണ്ടത് എല്ലാം സമയാസമയങ്ങളിൽ ദൈവം എത്തിച്ചേരും. സാറിപ്പം പ്രാർത്ഥനയുടെ പല സ്റ്റേജുകൾ പറഞ്ഞു. സാറിപ്പോൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത്? വളരെ നല്ലൊരു ചോദ്യമാണ്. ഞാൻ ഈ ഉദാഹരണം ചില കന്യാസ്ത്രീകളോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് പല പ്രാവശ്യം ഞങ്ങൾ ധ്യാനത്തിന് പല സ്ഥലത്തും പോയിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഉദാഹരണം ആദ്യമായിട്ട് കേൾക്കുന്നത്. ഏതിനകത്ത് മറക്കില്ല, പലരോടും ഞങ്ങൾക്ക് പറയാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ചോദിച്ചോട്ടെ, സാറിൻ്റെ വിശ്വാസം എവിടെ എത്തി നിൽക്കുന്നു? ഞാൻ പറഞ്ഞത് പട്ടിത്തൊടലൂരേ ആയിട്ടുള്ളൂ, ഇനിയും ആനച്ചങ്ങല പോലെയാണ്, ഇനി വർഷങ്ങൾ പിടിക്കും. സാറ് പറഞ്ഞതുപോലെ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം സാറ് കൊടുക്കുന്നുണ്ട്. സ്വാഭാവികമായും ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടാകാം. അപ്പോൾ ഈ പ്രതിസന്ധികൾ എങ്ങനെ പ്രാർത്ഥനയിലൂടെ പരിഹാരം കണ്ടെത്താൻ സാറിന് സാധിച്ചു? എനിക്കും ഫാമിലിയിൽ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും, ക്ലേശങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ടാവാം. ഞാൻ അപ്പോഴൊക്കെ എൻ്റെ കഴുത്തിൽ കൊന്തയുണ്ടാവും. എപ്പോഴും കൊന്തയില്ല ഞാൻ ഒരു സ്ഥലത്തും പോവില്ല. ഞാൻ കൊന്ത എടുത്ത് പ്രാർത്ഥിച്ച് കൊന്ത ഈസ് എ വണ്ടർഫുൾ മെഡിസിനാണ്. പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എനിക്ക് അറിയാൻ ചോർന്നു പോയ എല്ലാ എനർജിയും എനിക്ക് ഉടനെ കിട്ടുകയാണ്. ഞാനൊരു പുതിയ മനുഷ്യനായി കൂടുതൽ ആക്റ്റീവാവും. അതാണ് എൻ്റെ വിജയത്തിൻ്റെ രഹസ്യം. കൊന്ത ഒരു വലിയ അവിഭാജ്യ ഘടകമാണ് എൻ്റെ ജീവിതത്തിൽ. സാറിപ്പോൾ പറഞ്ഞു കൊന്ത ഈസ് എ വണ്ടർഫുൾ മെഡിസിൻ. അപ്പം ഇങ്ങനെയൊരു
സ്റ്റേറ്റ്മെൻറ്റ് സാറ് പറയണമെങ്കിൽ സാറിന് നല്ലൊരു ആത്മീയ അടിത്തറ തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ടാവും. സാറിൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ ആത്മീയ പാഠങ്ങൾ അല്ലെങ്കിൽ ബാല്യകാലത്തിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ ആത്മീയ പാഠങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു? ദൈവപേടിയുള്ള ഒരു നല്ല കാത്തലിക് ഫാമിലി ജനിക്കാനുള്ള ഭാഗ്യം ആദ്യം ദൈവം തന്നു. എൻ്റെ ജീവിതം മുഴുവനും ഭാഗ്യങ്ങളുടെ ഘോഷയാത്രയാണ്. ഭാഗ്യം എന്ന് പറയുമ്പോൾ പണമല്ല ഞാൻ ഉദ്ദേശിച്ചത്, അനുഗ്രഹങ്ങളുടെ ഘോഷയാത്രയാണ്. അപ്പോൾ എൻ്റെ മാതാപിതാക്കൾ വളരെ ഉറച്ച ദൈവവിശ്വാസികളും ആയിരുന്നു. അവർ പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും ഞങ്ങളെ പ്രേരിപ്പിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് പ്രേരണ നൽകുകയും ചെയ്തു. അവരുടെ ജീവിതം വളരെയധികം ഒരു എക്സാമ്പിളാണ്. സാറ് എവിടെയായിരുന്നു ജനിച്ചു വളർന്നത്? ഞാൻ ചേരാനല്ലൂർ തളിയത്ത് ഫാമിലിയാണ് ജനിച്ചു വളർന്നത്. അത് ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് ഒരു 8 കിലോമീറ്റർ അകലെയുള്ളൊരു ഗ്രാമമാണ്. സാറിൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ ഒന്ന് പങ്കുവെക്കാമോ? വളരെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ വളരെ രസകരമായൊരു സംഭവം ഞാൻ പറയാം. ഞാൻ ആദ്യമായിട്ട് ആകാശയാത്ര നടത്തിയത് എനിക്ക് 6-7 വയസ്സുള്ളപ്പോഴാണ്. ഞങ്ങളൊരു വലിയ പറമ്പിലാണ് ജീവിക്കുന്നത്. അവിടെ ധാരാളം മരങ്ങളും മാവും പേര അതുപോലെ നല്ല വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. അതിൽ വെക്കേഷൻ ടൈമിൽ എൻ്റെ കസിൻസ് വന്നപ്പോൾ അവിടെ പ്രിയോര് മാവെന്ന് പറഞ്ഞൊരു മാവുണ്ട്. അതിൻ്റെ മുകളിലൊരു മാങ്ങ പഴുത്ത് കിടക്കുന്നുണ്ട്. ആർക്ക് ധൈര്യമുണ്ട് ഇതൊന്ന് പറിക്കാനെന്ന് ചോദിച്ചു. പിന്നെ അന്നൊക്കെ നമ്മൾ ഹീറോ ആകാൻ ശ്രമിക്കുന്ന കാലഘട്ടമുള്ള ആ ഏജ് ഒട്ടില്ല. അപ്പം ഞാൻ ഇതിൽ മാവിൽ വലിഞ്ഞു കയറി അറ്റത്ത് ചെന്ന് ഈ മാങ്ങ പറിച്ച് താഴത്തേക്ക് ഇട്ട് കൊടുത്തു. പക്ഷെ എനിക്ക് താഴത്തേക്ക് ഇറങ്ങാൻ ഭയമായി. ഞാൻ മുകളിലിരുന്ന് കരഞ്ഞു കൊണ്ടിരുന്നു. പെട്ടെന്ന് എൻ്റെ അമ്മച്ചി വന്നിട്ട് പറഞ്ഞു, മോനെ നീ പേടിക്കണ്ട, വേണ്ടത് ചെയ്യാം, നീ ധൈര്യമായിട്ട് അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞങ്ങളുടെ പറമ്പിൽ താമസിക്കുന്ന ആളുകളെയൊക്കെ വിളിച്ചു വരുത്തി. അതിലൊരാൾ മരത്തിൽ കയറി ഒരു വല്ലത്തിൽ എന്നെ കയറ്റിയിരുത്തി കയറി കെട്ടി ഇറങ്ങി. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ആകാശയാത്ര, എൻ്റെ ആകാശത്തെ യാത്ര അതായിരുന്നു. ഇപ്പോൾ ഡോക്ടർ അമ്മയെക്കുറിച്ച് പറഞ്ഞു. അമ്മ എന്തുമാത്രം അല്ലെങ്കിൽ എങ്ങനെയാണ് ആത്മീയ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയത്? എൻ്റെ മാതാപിതാക്കളുടെ സ്വാധീനം വളരെയധികമുണ്ട്. ഞാൻ ഇന്ന് എന്താണോ, ഞാൻ എന്ത് ചാരിറ്റി ചെയ്യുന്നോ അതെല്ലാം അവരിൽ നിന്ന് പഠിച്ചതാണ്. ഞങ്ങൾ സാമാന്യ സമ്പന്നരായിട്ടുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. ഞങ്ങൾക്ക് 10-30 കുടിയാമരം എന്ന് പറയും. എല്ലാവരും ലാൻഡ് ലോഡിനെ ആശ്രയിച്ചാണ്. അന്ന് ഫാക്ടറികളോ ഓഫീസുകളോ ഇതുപോലുള്ള ജോലികൾക്കുള്ള സാധ്യത വളരെ കുറവായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും കാലത്ത് ഞാൻ സ്കൂളിലേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുക്കളയുടെ ഭാഗത്ത് പാത്രമായിട്ട് നിൽക്കുന്ന അനേകം പേരെ, ഒരുപാട് പേരെ കാണും. എല്ലാവർക്കും അമ്മ കൊടുക്കുമെന്ന് പറയുന്നത് ഞാൻ ശീലിച്ചത്. അത് എൻ്റെ ജീവിതത്തിൽ അത് കഴിഞ്ഞ് അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുമ്പോൾ അപ്പോഴും വന്ന് വിശക്കുന്ന ഒരാൾ പറഞ്ഞാൽ ഉടനെ അത് കൊടുക്കും. അപ്പോൾ ജോലിക്കാരോട് അമ്മച്ചി ഒന്നും കഴിച്ചില്ലല്ലോ. അപ്പോൾ അമ്മച്ചി പറയും, സാരമില്ല, എൻ്റെ അടുപ്പിൽ ഇനി 1 മണിക്കൂറിനകം എന്തെങ്കിലും വേവുമെന്ന് എനിക്ക് തീർച്ചയുണ്ട്. എന്നോട് ഈ ചോദിക്കുന്ന സ്ത്രീ അവളുടെ വീട്ടിൽ എന്ന് കഞ്ഞി വെക്കാൻ പറ്റുമെന്ന് അവൾക്ക് തീർച്ചയില്ല, ആദ്യം അവൾക്ക് കൊടുക്കാം. ഇതൊക്കെ എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തു. അമ്മയിൽ നിന്ന് എങ്ങനെ കൊടുക്കണമെന്ന് ഡോക്ടർ പഠിച്ചു. അപ്പച്ചൻ എങ്ങനെയാണ് ഡോക്ടറെ സ്വാധീനിച്ചത്? എൻ്റെ അപ്പച്ചൻ വളരെ ദൈവവിശ്വാസിയും ദാനശീലനും മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് എപ്പോഴും സന്നദ്ധതയുള്ള ഒരു വലിയ മനസ്സിൻ്റെ ഉടമയായിരുന്നു. അമ്മച്ചിക്ക് ഇത് കൊടുക്കാൻ സാധിച്ചത് എൻ്റെ അപ്പൻ്റെ സന്മനസ്സ് കൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം എപ്പോഴും പറയും, ആരെയും സഹായിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക, ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക, ദൈവം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുതെന്ന് പറയും. അത് എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതം മുഴുവൻ. ഞാൻ എൻ്റെ കുട്ടികളോട് ഇപ്പോഴും പറയും, തിരിഞ്ഞു നോക്കുമ്പോൾ ദുഃഖം തോന്നുന്ന ഒന്നും ചെയ്യരുതും, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും, ധൈര്യമായിട്ട് പോവുക, എല്ലാം വിജയത്തിൽ കലാശിക്കും. ഇതെൻ്റെ ഒരു അപ്പൻ എനിക്ക് തന്നൊരു സന്ദേശമാണ്. ഞാനിപ്പോൾ എൻ്റെ മക്കളുമായിട്ട് പങ്കുവെക്കാം. കുട്ടിക്കാലം കഴിഞ്ഞ് പഠനത്തിൻ്റെ സമയത്ത് എങ്ങനെയാണങ്ങ് മെഡിക്കൽ പ്രൊഫഷനിലേക്ക് വന്നത്? ചെറുപ്പം മുതലേ ഒരാഗ്രഹമുണ്ടായിരുന്നോ അതോ യാദൃശ്യമായിട്ട് വന്ന് പെട്ടതാണോ? കുട്ടിക്കാലത്ത് എനിക്കൊരു ഡോക്ടറാണെന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ബിസിനസ് ചെയ്യണം, പണം സമ്പാദിക്കണമെന്ന് ഒക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞാനും എൻ്റെ ഒരു സ്നേഹിതനും കൂടെ പഞ്ചാബിൽ അഗ്രികൾച്ചർ ഇംപ്ലിമെൻറ്റ്സ് ഉണ്ടാക്കുന്ന ഫാക്ടറി, ചെറിയൊരു ഫാക്ടറി തുടങ്ങി. അപ്പോൾ ഈ ഫാക്ടറിയുടെ നടത്തിപ്പുകളിൽ മേജർ കാര്യം നോക്കുന്ന എൻ്റെ സ്നേഹിതനാണ്. എനിക്ക് സമയം കിട്ടുമായിരുന്നു. ആ കാലത്ത് അവിടെ പ്രീമിയർ റോമിയോ കോളേജ് എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ട് ഞാൻ അവിടെ പോയി ചേർന്നു. അപ്പോൾ വെറുതെ സമയങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല. പഠിച്ചു. അന്ന് ഡിപ്ലോമ എടുത്തു. ഞാൻ തിരികെ വന്ന് എറണാകുളത്ത് വന്ന് കഴിഞ്ഞിട്ടും ബിസിനസ്സിലേക്കാണ് പോയത്.
പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ദൈവം എനിക്ക് ഒരു കരുതലായിരുന്നു എന്നെ ആ മെഡിസിൻ പഠിപ്പിച്ചത്. പിന്നീട് ഞാൻ സോഷ്യൽ സർവീസ് ജനങ്ങളെ സേവിക്കുന്ന ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ഡിപ്ലോമയോ ഡിഗ്രിയോ എനിക്ക് ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും ശക്തമായ രീതിയിൽ ജനങ്ങളെ സേവിക്കാൻ എനിക്ക് പറ്റുമായിരുന്നു. ഇപ്പോൾ ജനങ്ങളെ സേവിച്ചു, ഡോക്ടറായിട്ട് ചികിത്സകൾ നടത്തുന്നു. അപ്പോൾ മറ്റ് ഡോക്ടർമാരുടെ സഹകരണം, മറ്റ് ഡോക്ടർമാരുടെ പ്രോത്സാഹനമൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ ആദ്യകാലത്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര എതിർപ്പായിരുന്നു മറ്റുള്ള ഡോക്ടേഴ്സ്. അവരെന്നെ മാക്സിമം ഉപദ്രവിക്കാൻ ശ്രമിച്ചു. കാരണം ഞാൻ ഫ്രീ മരുന്ന് കൊടുക്കുന്നതുകൊണ്ട് ഹോമിയോയുടെ വില കളയും എന്ന് പറഞ്ഞ് അവരെന്നെ പലപ്പോഴും മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ കാറിന് കല്ലെറിയെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഞാൻ ഇവരുടെ ഇതിൽ നിന്ന് ഒന്ന് മാറാൻ വേണ്ടി ഡൽഹിയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഒരു പഞ്ചാബിലെ MP. അദ്ദേഹത്തിന് എഴുതി, ഇങ്ങനെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, ഇവരിങ്ങനെ ഞാൻ മറ്റേ സ്റ്റേറ്റിൽ നിന്നുള്ള ഡിഗ്രി ആയതുകൊണ്ട് ഇവരെ പ്രാക്ടീസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അദ്ദേഹം നാഷണൽ കൗൺസിൽ ഓഫ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ്റെ ചെയർമാനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഡിപ്ലോമ ആൾക്ക് ഏറ്റവും എളുപ്പം ബയോകെം സിസ്റ്റം ഓഫ് മെഡിസിൻ, അതായത് നഗ്നപാത ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയൊരു പ്രസ്ഥാനമുണ്ട്. കുറച്ച് നാൾ പഠിച്ചിട്ട് അവൻ ഡോക്ടറാവും. അത് പഠിച്ചാൽ മതി, അയാൾക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ലൈസൻസ് കിട്ടും. അങ്ങനെയാണ് എൻ്റെ ഈ ക്ലിനിക്കിന് റാണ ബയോകെമിക്സ് ക്ലിനിക് എന്ന് പറഞ്ഞത്. റാണ എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ, റാണ ബയോകെമിക്സ് ക്ലിനിക്. ബയോകെമിക്സിൽ എനിക്ക് MD ഉണ്ട്. അത് എന്നെ കാരണം ഇവിടുത്തെ ശക്തമായ എതിർപ്പുകൾ, ഈ എതിർപ്പുകൾ പിന്നീട് എനിക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ട് മാറി. പലപ്പോഴും ദൈവം നമ്മളെ പരീക്ഷിക്കുമ്പോൾ നമ്മൾ ഭയന്ന് ഓടും, ദൈവം എന്താണ് നമ്മളെ കൈവിട്ടെന്ന്. ദൈവം ഒരിക്കലും കൈവിടുന്നില്ല. അത് പിന്നീടുള്ള ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് ദൈവം ചിലപ്പോൾ പരീക്ഷണങ്ങൾ തരും. അപ്പോൾ ഇങ്ങനെ എതിർപ്പുകൾ വന്നപ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇതൊന്നും വേണ്ടായിരുന്നു, പഴയ ബിസിനസ് തന്നെ മതിയായിരുന്നു, ഇതൊക്കെ അങ്ങ് നിർത്തിയേക്കാം, അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എതിർപ്പുകൾ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ധാരാളം പ്രാർത്ഥിക്കുന്ന ആളാണ്. പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എനിക്ക് ശക്തി കിട്ടുകയാണ്. ശക്തി കിട്ടിയുമ്പോൾ ഇത് ഒന്നുകൂടെ ഭംഗിയായിട്ട് ചെയ്യണമെന്നുള്ളതാണ്. പഴയതിലേക്ക് തിരിഞ്ഞു പോകാനൊന്നും അല്ല, ഇത് തന്നെ തുടർന്നുകൊണ്ട് പോകാൻ എനിക്ക് ദൈവം സന്ദേശം തരുന്നു. ഓരോ പ്രാർത്ഥനയിലും കൂടെ എനിക്ക് എനർജി കിട്ടിക്കൊണ്ടിരിക്കുക. പ്രാർത്ഥന എന്നെ വളരെയധികം സഹായിച്ചിട്ടുള്ള ഒരു ഘടകമാണ് എൻ്റെ ജീവിതത്തിൽ, ചെറുപ്പം മുതൽ ഇന്ന് വരെ. ഇപ്പോൾ എതിർപ്പുകൾ മാത്രമായിരിക്കില്ല, ഒത്തിരി നല്ല ഓർമ്മകൾ ഡോക്ടർക്ക് കാണുമല്ലോ, ചികിത്സിച്ച രോഗികളിൽ നിന്നും അല്ലെങ്കിൽ ഇതിന് ഡോക്ടറെ ഈ സേവനത്തിൻ്റെ ഫലം അനുഭവിച്ചവരിൽ നിന്നുമൊക്കെ. ഒരുപാട് പേര് നന്ദി പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾ രക്ഷപ്പെട്ടു, അതിനു മുമ്പ് ഞങ്ങൾ വളരെയധികം പണം ആ ഹോസ്പിറ്റലിൽ ചിലവാക്കി, ഡോക്ടർ മരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു. ഒരിക്കൽ എൻ്റെ 60ാമത്തെ പിറന്നാൾ ആഘോഷിക്കണമെന്ന് മകനൊക്കെ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഇതിനൊക്കെ ആർഭാടങ്ങൾക്കും ഉള്ള ചിലവുകളിലൊക്കെ ഭയങ്കര ലുപ്തനാണ്. എൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ ലുപ്തനാണ്, മറ്റുള്ളവരെ സഹായിക്കാൻ ഞാൻ വളരെ ജനറസാണ്. പക്ഷേ എൻ്റെ മൂത്ത മകൻ അന്നത്തെ വരാപ്പുഴ തിരുവതിയുടെ അച്ചാരപറമ്പിൽ ആർച്ച് ഞാനുമായിട്ട് വളരെ അടുപ്പമുള്ള ഞങ്ങളുടെ ഫാമിലിയായിട്ട് അദ്ദേഹത്തിനെ കണ്ടു പറഞ്ഞ് അപ്പച്ചൻ്റെ 60ാമത്തെ പിറന്നാളൊന്ന് ആഘോഷിക്കുന്നു. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഒരിക്കലും പിറന്നാൾ ആഘോഷിക്കാത്തതാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ആരും. ഇനി ഒരു 120ാമത്തെ പെരുന്നാളിന് ഞങ്ങളോ അദ്ദേഹം ജീവിച്ചിരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല. അതുകൊണ്ട് 60ാമത്തെ പിറന്നാൾ ഒന്ന് ആഘോഷിക്കാനായിട്ടുള്ളൊരു അനുവാദം മേടിച്ചു തരണം. അദ്ദേഹം എന്നെ വിളിപ്പിച്ചു. എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന അനുഗ്രഹീതനായ മനുഷ്യ, നിങ്ങളുടെ മകനെ സന്തോഷിപ്പിക്കുക. അപ്പോൾ ഞങ്ങളുടെ പിതാവെ, ഞാൻ അങ്ങനെ മറ്റു ആർഭാടങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. വന്ന് ഭക്ഷണം കഴിക്കുന്നവരൊക്കെ മിക്കവാറും സമ്പന്നരായിരിക്കും നമ്മൾ വിളിക്കുന്നവർ. അപ്പോൾ അവന് 500 പേരെ വിളിക്കുന്നുണ്ടെങ്കിൽ 500 സാധുക്കൾക്ക് അന്ന് ഭക്ഷണം കൊടുക്കണം. അത് അവൻ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ മകനോട് പറഞ്ഞു, മകൻ അന്ന് ഉച്ചയ്ക്ക് 500 പേർക്ക് ഭക്ഷണം കൊടുക്കുകയും വൈകുന്നേരം ആയപ്പോൾ ഒരു മീറ്റിങ്ങും ഒക്കെ വെച്ച് രാത്രി ഞങ്ങളുടെ ഭക്ഷണം. ഈ മീറ്റിംഗ് നടക്കുമ്പോൾ അന്നത്തെ മേയറും ഇന്നത്തെ ADGP പിന്നെ ഇപ്പോൾ റോമിലുള്ള കളത്തിപ്പറമ്പിൽ പിതാവെല്ലാവരും സ്റ്റേജിലിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഓടി വന്ന് എൻ്റെ കാൽക്കൽ വീണ് എനിക്ക് അല്പം സംസാരിക്കണം. ഞാൻ ഒരു ഹൃദയരോഗിയായിരുന്നു, എൻ്റെ പണമെല്ലാം ചെലവ് ചെയ്തു, രോഗം മാറിയില്ല. ഞാൻ ഇദ്ദേഹത്തിനെ കാണാനിടയായി. ദൈവാനുഗ്രഹത്താൽ ഇപ്പോൾ എനിക്ക് യാതൊരു അസുഖമില്ല. ഞാനും എൻ്റെ കുടുംബം ഇദ്ദേഹത്തിനോട് എന്നും കടപ്പെട്ടിരിക്കുന്നു. ഞാൻ നിങ്ങളെ എന്നോട് മാത്രമല്ല ദൈവത്തിനോട് കടപ്പെടണം. ഇതൊക്കെ നമ്മൾക്ക് വലിയ പ്രചോദനം തരും. നമ്മൾ കാരണം ആർക്കെങ്കിലും ആശ്വാസം കിട്ടി അവരോ നമ്മൾ പറയുമ്പോൾ കൂടുതൽ കാര്യം ചെയ്യാനുള്ള ഒരു പ്രയോജനമാണ്. ഇടയ്ക്ക് ഡോക്ടർ പറഞ്ഞു അച്ചാരപറമ്പിൽ പിതാവുമായിട്ട് നല്ല ബന്ധമുണ്ടെന്ന്. പിതാവ് വളരെ അടുപ്പമുള്ളൊരു വ്യക്തികളോട് സംസാരിക്കുന്ന പോലെയാണ് ഡോക്ടറോട് സംസാരിച്ചതെന്ന് പറഞ്ഞു. എന്താണ് പിതാവുമായിട്ടുള്ള ബന്ധം? പിതാവ് വളരെ അധികം സാധുക്കളെ സ്നേഹിക്കുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണ്. അദ്ദേഹം ആർച്ച് ബിഷപ്പായി കഴിഞ്ഞപ്പോൾ
സമയം കണ്ടെത്തി. വളരെ തിരക്കുള്ളൊരു അരമനയാണ് ആർച്ച് ഡേയ്സ് ഓഫ് ലാറ്റിൻ ആർച്ച് ബിഷപ്പിൻ്റെ പണികൾ. പക്ഷേ എപ്പോഴും സമയം കണ്ടെത്തി അദ്ദേഹം അനാഥർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ച് നിങ്ങളുടെ ഭക്ഷണ കാര്യങ്ങളും മറ്റുമൊക്കെ എങ്ങനെ നടക്കുന്നു, അത് ഞങ്ങൾക്ക് ഗ്രാൻഡ് കിട്ടുന്നുണ്ട്. പക്ഷേ അപ്പോൾ ചികിത്സയ്ക്ക് പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഡോക്ടർ തളിയത്ത് എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഇവിടെ കൃത്യമായിട്ട് വരും, ഞങ്ങളെ പരിശോധിക്കും, ഞങ്ങൾക്ക് മരുന്ന് തരും. അദ്ദേഹം ഇത് പല ഹൗസുകളിൽ ചെന്നപ്പോൾ എല്ലാവരും ഏകസ്വരത്തിൽ പറയും ഡോക്ടർ തളിയത്ത്. അങ്ങനെ അദ്ദേഹം അരമനയിൽ ചെന്ന് ഒരു ദിവസം ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ള അച്ഛന്മാരോട് ചോദിച്ചു, ഹൂ ഇസ് ദിസ് ഡോക്ടർ തളിയത്ത്? എവിടെ ചെന്നാലും അയാളെ പറ്റിയാണല്ലോ കേൾക്കുന്നത്. അപ്പോൾ ഇന്ന് റോമിലുള്ള ജോസഫ് കളത്തിപ്പുഴ ബിഷപ്പ് വരാപ്പുഴാതി രൂപതയുടെ വികാരി ജനറലായിരുന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ ഫ്രണ്ടാണ്, ഞാൻ അറിയുന്നത്. അങ്ങനെ പിതാവ് പറഞ്ഞു അദ്ദേഹത്തിനെ വിളിക്കുക, എനിക്ക് പരിചയപ്പെട്ടു പോകുമ്പോൾ എന്നെ വിളിച്ച് പരിചയപ്പെടണം. ആ സ്നേഹം വളരെ ദൃഢമായിട്ടും ആഴമായിട്ടും, അത് മരിക്കുന്നവരെ എന്നെ ഒരു മാസം കണ്ടില്ലെങ്കിൽ വീട്ടിൽ ഫോൺ ചോദിക്കും, ബ്ലെസ്ഡ് മാൻ, ആ ശബ്ദം കേട്ടിട്ട് ഒരു മാസമല്ല എവിടെയാണെന്ന് ചോദിക്കും. അങ്ങനെ അത്രയും ആത്മാർത്ഥ ബന്ധമായി. ഒരു ബിഷപ്പ് അങ്ങേ നോക്കി ബ്ലെസ്ഡ് മാൻ എന്ന് വിളിച്ചു, അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ. ഡോക്ടർക്ക് എന്ത് തോന്നുന്നു? ഞാൻ വളരെ ചെറുതായിപ്പോയി. ഞാൻ പറയും, പിതാവേ, അങ്ങയുടെ മുമ്പിൽ ഒരു ബിഷപ്പിൻ്റെയും അച്ഛൻ്റെയൊക്കെ മുമ്പിൽ ഞാനൊന്നുമില്ല. യു ആർ മോർ ദാൻ എ പ്രീസ്റ്റ്. നിങ്ങൾ ചെയ്യുന്ന സേവനം 30 കൊല്ലം അല്ല 25 കൊല്ലം ആയത് സാധാരണ അനുഗ്രഹമില്ലാത്ത ഒരാൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ആ ഒരൊറ്റ കാരണങ്ങൾ കൊണ്ട് മാത്രം നിങ്ങൾ അനുഗ്രഹപ്പെട്ട മനുഷ്യനാണ്, അതിൻ്റെ യാതൊരു സംശയമില്ല.